കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് MLA ഉമാ തോമസ്. മെസ്സിയെ കൊണ്ടുവരുന്നതിന്റെ മറവിൽ ചില ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും അതിലെ സ്പോൺസറുടെ ഇടപെടലുകൾ അന്വേഷിക്കണമെന്നും സർക്കാർ മറുപടി പറയണമെന്നുമൊക്കെ ആവശ്യപ്പെട്ട് എറണാകുളത്തെ ജനപ്രതിനിധികളൊക്കെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉമാ തോമസിന്റെ പ്രതികരണം കൂടെ വന്നിരിക്കുകയാണ്. അർജന്റീന ടീമിന്റെ വരവിന്റെ പേരിൽ കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് തന്നെ പറയുകയാണ് സ്ഥലം MLA ഉമാ തോമസ്. GCDയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ല. കരാർ പോലുമില്ലാതെ സ്വകാര്യ വ്യക്തിക്ക് അറ്റകുറ്റപ്പണിക്കായി മൈതാനം കൈമാറിയത് എങ്ങനെയാണെന്നുമാണ് ഉമാ തോമസ് ചോദിക്കുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അതാ ഞാൻ പറഞ്ഞേ, സ്പോൺസർ ആരും ആവട്ടെ, സ്പോൺസറിന്റെ പ്രീ ഹിസ്റ്ററി അല്ല, പുള്ളിക്ക് ഇത് ചെയ്ത് പരിചയമുണ്ടോന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നെങ്കിലും ഒരു സാമാന്യ രീതിയിൽ അന്വേഷിക്കേണ്ടതല്ലേ. എന്തെങ്കിലും ഒരു പ്രീ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയണേ, മറ്റേ കേസ് നിലവിൽ ഇപ്പോഴും ഉള്ളതാണ്. ഞാൻ കേസിന് വേണ്ടിയിട്ട് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേസ് അത് യഥാവിധി നടക്കട്ടെ എന്ന് തന്നെ പറയാം. പക്ഷേ ഈ മെയിൻ്റനൻസ് നടത്താനായിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഇതാരാ മോണിറ്റർ ചെയ്യണേ? ഒരു സ്ഥലം നമ്മൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തും പണിയാമെന്നുള്ള ഒരു കരാറുണ്ടോ? അങ്ങനെ പറ്റില്ലല്ലോ. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ അത്തരം രീതിയിൽ അതിന് ഉത്തരം പറയേണ്ടത് തന്നെ ആവശ്യമാണ്. ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് ചുറ്റുമതിലടക്കം കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. മരങ്ങളൊക്കെ മുറിച്ച് അത് ഭംഗിയാക്കാനായിട്ടാണെന്നാണ് പറയുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ കുറച്ചിട്ട് ഏത് രീതിയിലാണ്? മരം നമ്മൾ വേര് നന്നായിട്ട് ഉറച്ചു നിൽക്കുമ്പോഴാണ് അത് മറിഞ്ഞു വീഴാതിരിക്കുക എന്നാണ് നമ്മൾ പഠിച്ചേക്കണേ. അതിന് കുറേ മണ്ണിട്ടിട്ട് തടം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത് ഉണ്ടാവുമോ? അപ്പോൾ ആ രീതിയിലല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഏത് രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടൊക്കെ ഇത് ചെയ്യേണ്ടതായിരുന്നു. അത് നടന്നിട്ടില്ല. അല്ല, എന്തായാലും ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളത് മനസ്സിലായി. ദുരൂഹത നമ്മൾ പറയേണ്ട, ട്രാൻസ്പാരൻ്റ് അല്ല എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇത് വിളിച്ച് കൂട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. 25 അല്ലേ, 25-ന് മീറ്റിംഗ് വെച്ചത് മാറ്റിയിട്ട് ഇപ്പോൾ 29-നാക്കിയിരിക്കുകയാണ്. എന്തിനാണ് മീറ്റിംഗ് മാറ്റി വെച്ചതെന്ന് അറിയില്ല. ഇതുപോലെ ചോദ്യങ്ങൾ ഞാൻ ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തത് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാനത് 25-ാം തീയതി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ റെഡി ആയിട്ട് ചോദിക്കാനും എനിക്ക് വിത്ത് എവിഡൻസ് ഉണ്ട്. ഇവിടെ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതിന് ഞാൻ RTI എടുത്തിട്ട് കുറേ രേഖകൾ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോമ്പൻസേഷൻ കേസ് കൊടുക്കണം. അത് ആർക്കെതിരെ കൊടുക്കണം എന്നറിയാനായിട്ട്. ഇത് നടത്തിപ്പുകാരിപ്പം GCD ആണെന്നുള്ളതുകൊണ്ട്, അതുപോലെ ഈ ഗവൺമെൻറ് ഉത്തരവാദികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ആളുകൾ തന്നെ ഇതിൽ സൈബർ ആക്രമണമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മിനിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു, സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് സംസ്കാരം ഇല്ലായിരുന്നു എന്നൊക്കെ. അതൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ റോഡിലൊരു ആക്സിഡൻറ്റോ ഒരു ശബ്ദവും കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോവാറുണ്ട്, എന്താണ് നടന്നതെന്നറിയാൻ, നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട്. അത്തരം രീതിയിലൊരു പ്രവർത്തനം അവിടെ ഉണ്ടായില്ലല്ലോ. അവർക്കൊക്കെ എന്തു പറ്റി? റിഫ്ലെക്സ് ആക്ഷൻ ഇല്ലാണ്ടായിപ്പോയോ? ഇതെന്താണ് പറയുക? നമ്മൾ ഒരാൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് നോക്കാൻ പോലും തോന്നാതെ ആ പരിപാടി അവിടെ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേർപ്പസ്ഫുള്ളി ചെയ്തതാണോ? എന്താണിത്? എനിക്ക് വലിയ സംശയമാണ് അത്.